ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതിനു മുന്നേ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ ഇനി വരാനുള്ള ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ മനോഹർ ശാരിയോടൊക്കെ സംസാരിച്ചിട്ട് അവൻ നമ്മുടെ സരയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ മനസ്സിൽ നിറയെ ഇപ്പോൾ പുതിയതായിട്ട് പുള്ളിക്കാരൻ കണ്ടുവച്ചിരിക്കുന്ന വന്ദന എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഈ നാശം പിടിച്ച സരയനെ ഒഴിവാക്കിയിട്ട് വന്ദനയെ സ്വന്തമാക്കണം. വന്ദനയാകുമ്പോൾ പിന്നെ എപ്പോഴും ഫോൺ ചെയ്തിങ്ങനെ തന്നെ കഷ്ടപ്പെടുത്തുകയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവൻ ആ റൂമിലേക്ക് ചെന്നതും സരയു വലിയ നിരാശയിലിരിക്കുക. കുഞ്ഞിനെ നോക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധയൊന്നും കൊടുക്കാതെ അവളിങ്ങനെ അലസമായിട്ടിരിക്കുന്നത് കണ്ട് നമ്മുടെ മനോഹർ ചെന്നു. എന്താ മോളു ഇത്? നീ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? എൻ്റെ മനുവേട്ടൻ വന്നോ? മനുവേട്ടനെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്ന് മനുവേട്ടനെ അറിയാവോ? ഞാനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ മനുവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കളയണമെന്ന് പോലും ആലോചിച്ചു പോയി. എൻ്റെ പൊന്നു സരയു, നിനക്കറിയാലോ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ആ ഒരു സ്വഭാവം കാരണം പൊറുതി മുട്ടിയിട്ടല്ലേ മോളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് പോലും ആലോചിക്കുന്നുണ്ട്. മനുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് അമേരിക്കയിലേക്ക് പോകാമെന്ന്. എന്നിട്ട് എന്തെങ്കിലും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മനുവേട്ടൻ ചെയ്യുന്നുണ്ടോ? എടി സരയു, നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് നിൻ്റെ അമ്മയെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ മോളും ഞാനും നമ്മുടെ കുഞ്ഞും മാത്രമായിട്ട് അമേരിക്കയിലേക്ക് പോവേണ്ടി വരും. മനുവേട്ട, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ മനുവേട്ടൻ്റെ ഒപ്പം തന്നെ നിൽക്കും. മനുവേട്ടൻ ഒരിക്കലും എന്നെ കൈവെടിയരുത് എന്നൊക്കെ പറഞ്ഞ് സരയു ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചതും എന്തിനാ മോളെ നീ വിഷമിക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ സരയുവിനെ കെട്ടിപ്പിടിക്കുകയാണ് മനോഹർ. അങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും മനോഹറിൻ്റെ മനസ്സിൽ മുഴുവനും വന്ദനയെ തൻ്റെ സ്വന്തമാക്കണമെന്നും എത്രയും പെട്ടെന്ന് ഈ പെരിച്ചാഴി അടിച്ച് അവളുടെ ജീവിതത്തിൽ നിന്നും, അതായത് നമ്മുടെ മനോഹറിൻ്റെ ജീവിതത്തിൽ നിന്നും സരയുവിനെ അടിച്ചൊഴിവാക്കണമെന്നും ഒക്കെ തന്നെയാണ്. അങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം എന്താ മനുവേട്ട ആലോചിക്കുന്നത്? അല്ല മോളെ, ഞാനേ നിൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിക്കുമായിരുന്നു. എടി, എത്രയും പെട്ടെന്ന് അവരുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഒഴിവാക്കി നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതം അതുണ്ടാക്കി എടുക്കണമെന്ന് അവൻ പറയുക. ശരിയാ മനുവേട്ട, ഓരോ നിമിഷവും ഈ വീട്ടിൽ നിന്നിട്ട് എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും ഭ്രാന്ത് പിടിച്ച് അലയുന്ന അവസ്ഥയിലാണല്ലോ. അവർക്കൊക്കെ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, കിരണിൻ്റെ നാശം. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കിരണിൻ്റെ നാശത്തിനോടൊപ്പം തന്നെ ആ താര എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീയുടെ നാശം കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാ മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് പറഞ്ഞ് മനോഹർ സരയനോട് സംസാരിച്ചിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടുന്ന് പോയി ഹോട്ടലിലാണ് താമസിച്ചതെങ്കിലും എൻ്റെ ഭക്ഷണമൊന്നും അങ്ങ് ശരിയായിട്ടില്ല. വല്ലതുമൊക്കെ എനിക്ക് കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടാകും മനുവേട്ട, അമ്മ എന്തെങ്കിലുമൊക്കെ മനുവേട്ടൻ വരുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവൾ വലിയ സ്നേഹത്തോടു കൂടി മനോഹറിനെയും കൂട്ടിയിട്ട് പോവുക. പിന്നീടാണെങ്കിൽ നമ്മുടെ വന്ദനയുടെ കാര്യങ്ങളൊക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ വന്ദനയും നിഷയൊക്കെ കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും മനോഹർ എന്ന് പറയുന്നവനെ അധികം താമസിക്കാതെ തന്നെ പൂട്ടണം. അവനുള്ള ശിക്ഷ നമ്മളെല്ലാവരും കൂടി ചേർന്ന് കരുതി വെച്ചിരിക്കുവാണല്ലോ. അവനെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്തിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് എൻ്റെ നിതക്കുട്ടിയെ ഒന്ന് കല്യാണം കഴിക്കാനെന്ന് അവൻ വരുൺ പറയുകയാണ്. അപ്പം വരുണിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിതയ്ക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. നിത പറഞ്ഞു, അതെ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്തായാലും അയാൾ പോയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് നല്ലൊരു ചെറുപ്പക്കാരൻ വന്നല്ലോ. അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഈ ഇരിക്കുന്ന കല്യാണി ചേച്ചിയോടാണ്. അതൊക്കെ ശരി തന്നെയാണ്. അല്ല, എന്തൊക്കെ സംഭവിച്ചാലും മനോഹർ ഈ പൂട്ടിയിൽ നിന്ന് പുറത്തു പോകാനേ പാടില്ല. അവനെ പെടുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ആയിരിക്കും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടപ്പാക്കണം. അവൻ ഇവിടെ വന്ന് വരുണിനെ പെണ്ണ് കാണുന്ന രീതിയിൽ വരെ കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുവാണല്ലോ. അതെ ചേച്ചി, ഇന്നലെ തന്നെ അവൻ എനിക്ക് എന്തൊക്കെയോ സമ്മാനങ്ങൾ കരുതി വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത്. എന്തായാലും അവൻ എന്ത് തരാനാ? കൂടിപ്പോയ ഒരു നെക്ലസ്, അതിനപ്പുറമൊന്നും അവൻ ആർക്കും ഒന്നും ചിലവാക്കിയിട്ടില്ലല്ലോ. അത് എന്താണെന്നറിയാവോ? മോൾ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന വീട്ടിലേതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും മനോഹർ അങ്ങനെ ഒരു ചിന്തയിൽ ആ ഒരു നെക്ലസ് സമ്മാനിക്കാമെന്ന് വിചാരിക്കുന്നത്.
അവൻ്റെ സ്വഭാവം ഇതിനു മുന്നേയും ഞങ്ങൾ കണ്ടതാണല്ലോ. ആ സരയും അവനും തമ്മിലാണ് ചേരേണ്ടത്. അതങ്ങനെ തന്നെ. അവൾ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അവൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾ സത്യങ്ങൾ ബോധ്യപ്പെടുത്താത്തതെന്ന് കൂടി നമ്മുടെ കല്യാണി സംസാരിക്കുമ്പോൾ നാളെ അവൻ എന്നെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാനിരിക്കുക. എന്തായാലും കല്യാണി ചേച്ചിയും അതുപോലെ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഒരു പെണ്ണായിട്ട് ഒരു വധു എങ്ങനെ ഒരുങ്ങി വരുന്നോ അതുപോലെ എന്നെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ ഞാനങ്ങ് ഏൽപ്പിക്കുകയെന്ന് വരുൺ പറയുമ്പോൾ നമ്മുടെ നിധ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ചെറിയൊരു ചിരി ഇങ്ങനെ വരിക കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ കിരൺ കല്യാണിയുടെ അടുത്തേക്ക് വരിക. കല്യാണി, കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും നമ്മളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അവർ ക്ഷണിച്ചിരിക്കുക. നമുക്കൊന്ന് പോയാലോ? എന്താ കിരണേട്ടാ ഇപ്പോൾ പ്രത്യേകിച്ച്? ചേച്ചി ഭയപ്പെടുന്നത് പോലെ എങ്ങാനും ചേച്ചിയെ തിരക്കി അയാൾ വന്നിരുന്നോ? അതായിരിക്കുമോ പ്രശ്നമെന്ന് ചോദിക്കുക. എന്തായാലും നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് കിരൺ നമ്മുടെ കല്യാണിയും കൂട്ടിയിട്ട് കാർത്തികയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. അങ്ങനെ കാർത്തികയുടെ അടുത്ത് ചെന്നതും കാർത്തികയോട് ചോദിച്ചു, എന്താ ചേച്ചി, എന്താ പ്രശ്നം? എൻ്റെ കിരണെ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുക. അമ്മയും ഞാനും ഒരേപോലെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ ചേച്ചി, എന്താ സംഭവിച്ചത്? കല്യാണി ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കാർത്തികയ്ക്ക് നല്ല സങ്കടമുണ്ട്. അവൾ പറയുകയാണ്, അതെ, എൻ്റെ ആങ്ങളയുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവൻ നമ്മുടെ ഈ നാട്ടിലെത്തിക്കഴിഞ്ഞു. അവൻ എത്രയും പെട്ടെന്ന് ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അങ്ങോട്ടേക്ക് വരും. എനിക്ക് ആകെ പേടിയാകുകയാണ്. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കുന്നത്? ചേച്ചിക്കറിയാമല്ലോ കിരണേട്ടന് അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരെയൊക്കെ അത്യാവശ്യം ബന്ധങ്ങളും ഒക്കെ ഉള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ കിരണേട്ടൻ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യും. ചേച്ചി സമാധാനപ്പെട്. അതല്ലടി മോളെ, അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞാനും എൻ്റെ അമ്മയും അത്രമാത്രം അനുഭവിച്ചതാ. ഞങ്ങളുടെ അച്ഛനെ പോലും ഇല്ലായ്മ ചെയ്യാനായിട്ട് നോക്കിയവനവൻ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാ? കിരണെ, നീയും സൂക്ഷിക്കണം. ഞങ്ങളെ സഹായിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കാർത്തിക മുന്നറിയിപ്പ് നൽകുക. കിരണും കല്യാണിയും കട്ടയ്ക്ക് നമ്മുടെ കാർത്തികയോടൊപ്പം തന്നെ നിൽക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവൻ എത്തുകയാണ്. ശരിക്കും നമ്മുടെ കാർത്തിക ഭയപ്പെടുന്ന അവളുടെ സ്വന്തം ഏട്ടൻ, ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ. ഇനി ഇവൻ നമ്മുടെ പ്രകാശനോടും രാഹുലിനോടും ഒക്കെ കൂടി എന്തെങ്കിലും ഉടായ്പകൾ ഒപ്പിക്കുക എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പ്രൊമോ വീഡിയോ അടുത്ത ദിവസം രാവിലെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി കാണണം. ഇഷ്ടമാകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.